Salient features of double helix structure of DNA ile ഒന്നാമത്തെ salient feature നോക്കാം. It is made of two polynucleotide chains where the backbone is constituted by sugar phosphate and the bases project inside. DNA ഫോം ചെയ്തിരിക്കുന്നത് രണ്ട് പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിൻസ് ചേർന്നാണ് DNA-യുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത്. അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചേർന്നാണ് DNA-യുടെ ഈ ബാക്ക്ബോൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ദ ബേസസ് പ്രൊജക്ട് ഇൻസൈഡ്. അപ്പോൾ ഈ ഒരു ബാക്ക്ബോണിൻ്റെ അകത്തേക്കാണ് നൈട്രജൻ ബേസുകൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ സാലിയൻറ്റ് ഫീച്ചർ. ഇറ്റ് ഈസ് മേഡ് ഓഫ് two polynucleotide chains where the backbone is constituted by sugar phosphate and the bases project inside. രണ്ടാമത്തെ ഫീച്ചറിലേക്ക് വരാം. The two chains have anti-parallel polarity. It means if one chain has the polarity 5' to 3', the other has 3' to 5'. നേരത്തെ മനസ്സിലാക്കിയതാണ്. DNA-യുടെ ഒരു സ്ട്രാൻഡിൽ ഒരറ്റത്ത് ഫ്രീ ആയിട്ട് ഒരു അഞ്ചാമത്തെ കാർബൺ ആറ്റത്തിൽ ഡിയോക്സി റൈബോസ് ഷുഗറിൻ്റെ അഞ്ചാമത്തെ കാർബൺ ആറ്റത്തിൽ ഫ്രീ ആയിട്ടൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാകും. ഇതിൻ്റെ എതിർവശത്തുള്ള എൻഡിൽ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ അവിടെ ഫ്രീ ആയിട്ടൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണുന്ന എൻഡിനെ 5' എൻഡ് എന്ന് വിളിക്കുന്നു. OH ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കാണുന്ന എൻഡിനെ 3' എൻഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ DNA-യുടെ ഒരു സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 5'ൽ നിന്നും 3'ലേക്കാണെങ്കിൽ മറ്റേ സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 3'ൽ നിന്നും 5'ലേക്കായിരിക്കും. അപ്പോൾ ഇത് 5' അല്ലെങ്കിൽ 5' എന്ന് പറയുന്നു. 5' 3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണിത്. ഇത് 3' 5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണ്. അതായത് the two chains have anti-parallel polarity. ഇനി അടുത്ത ഫീച്ചറിലേക്ക് വരാം. The bases in two strands are paired through hydrogen bonds, forming base pairs. Adenine forms two hydrogen bonds with thymine from opposite strand. Similarly, guanine is bonded with cytosine with 3 hydrogen bonds. ഇവിടെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം അഡിനൈൻ തൈമിനുമായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് പെയർ ചെയ്തിരിക്കുന്നു. ആ പെയറിനെ വിളിക്കുന്ന പേരാണ് AT ബേസ് പെയർ എന്ന് വിളിക്കുന്നു. അതുപോലെ ഇവിടെ സൈറ്റോസിൻ ഗ്വാനൈനുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് പെയർ ചെയ്തിരിക്കുന്നു. ഈ പെയറിനെ വിളിക്കുന്ന പേരാണ് CG ബേസ് പെയർ. അഡിനൈൻ പെയേഴ്സ് വിത്ത് തൈമിൻ ബൈ 2 ഹൈഡ്രജൻ ബോണ്ട്സ് ആൻഡ് സൈറ്റോസിൻ പെയേഴ്സ് വിത്ത് ഗ്വാനൈൻ ബൈ 3 ഹൈഡ്രജൻ ബോണ്ട്സ്. അടുത്ത ഫീച്ചറിലേക്ക് വരാം. നാലാമത്തെ ഫീച്ചറിലേക്ക് വരാം. The two chains are coiled in a right-handed fashion. ഇപ്പോൾ രണ്ട് ചെയിനും റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് കോയിൽ ചെയ്തിരിക്കുന്നത്. The pitch of the helix is 3.4 നാനോമീറ്റർ. അപ്പോൾ ഒരു ചുറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഒരു കംപ്ലീറ്റ് ചുറ്റിൻ്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് that is 3.4 നാനോമീറ്റർ അല്ലെങ്കിൽ 34 ആങ്സ്ട്രം. The pitch of the helix is 3.4 നാനോമീറ്റർ. അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻⁹ മീറ്റർ ആണ്. ആൻഡ് ദെയർ ആർ റഫ്ലി 10 ബേസ് പെയേഴ്സ് ഇൻ ഈച്ച് ടേൺ. ഒരു ടേണിൽ 10 ബേസ് പെയേഴ്സ് അപ്രോക്സിമേറ്റ്ലി ഉണ്ടാകും. കോൺസിക്വൻ്റ്ലി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബേസ് പെയർ ഇൻ എ ഹെലിക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.34 നാനോമീറ്റർ. അപ്പോൾ ഒരു 2 ബേസ് പെയറുകൾ തങ്ങളിലുള്ള ഡിസ്റ്റൻസ് that is equal to 0.34 നാനോമീറ്റർ അല്ലെങ്കിൽ 3.4 ആങ്സ്ട്രം എന്നുള്ള യൂണിറ്റിലും വിശേഷിപ്പിക്കാം. ഫിഫ്ത്ത് ആയിട്ടുള്ള ഫീച്ചർ ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദി അതർ ഇൻ എ ഡബിൾ ഹെലിക്സ്. ഇപ്പോൾ DNA ചുറ്റിയെടുക്കുമ്പോഴത്തേക്കും റൈറ്റ് ഹാൻഡ് കോയിൽഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു ബേസ് പെയറിൻ്റെ മുകളിലായിട്ട് അടുത്ത ബേസ് പെയർ വരും. The plane of one base pair stacks over the other in a double helix. മറ്റതിനെ കവർ ചെയ്തുകൊണ്ട് വരുന്ന രീതിയിൽ അടുത്ത ബേസ് പെയർ ഇങ്ങനെ ചുറ്റി വരും. This in addition to hydrogen bonds confers stability of the helical structure.
അപ്പോൾ ഇത് DNA-ക്ക് ഹൈഡ്രജൻ ബോണ്ടിനെ കൂടാതെ മറ്റൊരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ കാരണമായിട്ട് മാറും ഈ ബേസ് പെയറുകൾ സ്റ്റാക്ക് ഓവർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് മേഡ് ഓഫ് 2 polynucleotide chains where the backbone is constituted by sugar phosphate and the bases project inside. The 2 chains have anti-parallel polarity. It means if one chain has the polarity 5' to 3', the other has 3' to 5'. The bases in 2 strands are paired through hydrogen bond. Hydrogen bonds forms base pairs. Adenine forms 2 hydrogen bonds with thymine from opposite strand. Similarly, guanine is bonded with cytosine with 3 hydrogen bonds. The 2 chains are coiled in a right-handed fashion. The pitch of the helix is 3.4 nanometer, that is 10 raised to minus 9 meter, and there are roughly 10 base pairs in each turn. Consequently, the distance between a base pair in a helix is approximately equal to 0.34 nanometer. The plane of one base pair stacks over the other in a double helix. This, in addition to hydrogen bonds, confers stability of the helical structure. 1953 വാട്സൺ, ക്രിക്ക് എന്നീ സയൻറ്റിസ്റ്റുമാരാണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനെ തുടർന്ന് ഫ്രാൻസിസ് ക്രിക്ക് അദ്ദേഹം സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു. ഡോഗ്മ എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് വിച്ച് കൺട്രോൾസ് എ പ്രോസസ്. അതായത് DNA-യിൽ കോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ജനറ്റിക് ഇൻഫർമേഷൻസ് എങ്ങനെയാണ് റിവീൽ ചെയ്യപ്പെടുന്നത്. അതിന് ക്രിക്ക് കണ്ടെത്തിയ ഉത്തരമാണ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. അതായത് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോസ് ഫ്രം DNA, DNA-യിൽ നിന്നും RNA, RNA-യിൽ നിന്നും പ്രോട്ടീൻ, DNA, RNA, പ്രോട്ടീൻ. ഈ 3 സ്റ്റെപ്പുകളിലൂടെയാണ് DNA-യിൽ സ്റ്റോർ ചെയ്തു വച്ചിരിക്കുന്ന ജനറ്റിക് ഇൻഫർമേഷൻസ് റിവീൽ ചെയ്യപ്പെടുന്നത്. ഇതിനെയാണ് സെൻട്രൽ ഡോഗ്മ എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് DNA മോളിക്യൂൾസ് റെപ്ലിക്കേഷൻ എന്ന പ്രോസസ്സിന് വിധേയമാവുകയും പഴയ DNA-യിൽ നിന്നും പുതിയ DNA ഉണ്ടാവുകയും ചെയ്യും. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് വഴി DNA-യിൽ അടങ്ങിയിട്ടുള്ള ജനറ്റിക് ഇൻഫർമേഷൻസ് mRNA അഥവാ മെസഞ്ചർ RNA എന്ന മോളിക്യൂളിലേക്ക് കോപ്പി ചെയ്യപ്പെടും. തുടർന്ന് ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് വഴി mRNA മോളിക്യൂളിൽ നിന്നും ജനറ്റിക് ഇൻഫർമേഷൻസ് പ്രോട്ടീനായിട്ട് മാറ്റപ്പെടും. ഈ രീതിയിലാണ് DNA-യിൽ അടങ്ങിയിട്ടുള്ള ജനറ്റിക് ഇൻഫർമേഷൻസ് അൾട്ടിമേറ്റ് ആയിട്ട് പ്രോട്ടീനായിട്ട് റിവീൽ ചെയ്യപ്പെടുന്നത്. ഇതാണ് ക്രിക്ക് പ്രപ്പോസ് ചെയ്ത സെൻട്രൽ ഡോഗ്മ. DNA undergoes replication to form new DNA. DNA undergoes transcription to form mRNA. mRNA undergoes translation to form protein. This is the central dogma. Some viruses, the flow of information is in a reverse direction, that is from RNA to DNA. ചില വൈറസുകളിൽ, ഫോർ എക്സാമ്പിൾ റിട്രോ വൈറസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന HIV പോലെയുള്ള വൈറസുകളിൽ ഇതിൻ്റെ ജനറ്റിക് ഇൻഫർമേഷൻ്റെ ഫ്ലോ നടക്കുന്നത് സെൻട്രൽ ഡോഗ്മയുടെ അതേ രീതിയിലല്ല. സെൻട്രൽ ഡോഗ്മയിൽ DNA-യിൽ നിന്നും RNA-യിലേക്കാണ് പോകുന്നത്. ഇവിടെ പക്ഷേ RNA-യിൽ നിന്നും DNA-യിലേക്കാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതായത് വൈറസിൻ്റെ ജീനോം എന്ന് പറയുന്നത് RNA ആണ്. ഈ RNA ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെൽസിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ RNA നേരെ സെല്ലിൽ കടന്നിട്ട് ഇത് DNA സിന്തസിസ് ചെയ്യും. ഈ DNA ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെല്ലിലെ DNA-യുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും തുടർന്നിത് വൈറൽ RNA സിന്തസിസ് ചെയ്യുകയുമാണ് സാധാരണ ചെയ്യുന്ന രീതി. അതായത് ഇവിടെ ജനറ്റിക് ഇൻഫർമേഷൻ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് DNA റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് പുതിയ DNA ഉണ്ടാകുന്നു. DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് mRNA ഉണ്ടാകുന്നു. mRNA ട്രാൻസ്ലേഷന് വിധേയമായിട്ട് പ്രോട്ടീൻ ഉണ്ടാകും. ഇതാണ് സെൻട്രൽ ഡോഗ്മയുടെ നോർമൽ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ വൈറസുകളിൽ ഈ mRNA-യിൽ നിന്നും നേരെ അടുത്ത് DNA ആണ് ഉണ്ടാകുന്നത്.
അതായത് RNA-യിൽ നിന്നും DNA ഉണ്ടാകുന്ന പ്രോസസ്സ്. നോർമൽ കോഴ്സിൽ DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്നതാണ് സെൻട്രൽ ഡോഗ്മയുടെ ജനറ്റിക് ഇൻഫർമേഷൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. എന്നാൽ ഈ വൈറസുകളിൽ, ചില വൈറസുകളിൽ RNA DNA ആയിട്ട് മാറുന്ന സ്റ്റെപ്പുണ്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്. യൂക്കാരിയോട്സിൽ എങ്ങനെയാണ് DNA പാക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇനി യൂക്കാരിയോട്സ് DNA is packed with the help of a set of positively charged basic proteins called histones. പേര് ഓർമ്മിക്കുക. DNAയെ ചുറ്റി വച്ചിരിക്കുന്ന പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺസ്. ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനിലാണ് യൂക്കാരിയോട്സിലെ DNA-യെ റാപ്പ് ചെയ്ത് വച്ചിരിക്കുന്നത്, ചുറ്റി വച്ചിരിക്കുന്നത്. Eukaryotes DNA is packed with the help of set of positively charged basic proteins called histones. DNA-യുടെ ഫിഗറിൽ നമുക്കിവിടെ കാണാം. DNA-യെ ഇങ്ങനെ ചുറ്റി എടുത്തിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സാധനമാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. Histones are organized to form a unit of 8 molecules called histone octamer. നമ്മളിവിടെ ഈ പടത്തിലൊരു സിംഗിൾ ബോളായിട്ട് നമ്മളിവിടെ കാണുന്നുവെങ്കിലും ആക്ച്വലി ഇത് 8 യൂണിറ്റ്സ് ഓഫ് പ്രോട്ടീൻസ് ചേർന്നതാണ്. 8 പ്രോട്ടീൻസ് ചേർന്ന ഒറ്റ യൂണിറ്റാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒക്ടാമർ എന്ന് വിളിക്കുന്നത്. Histones are organized to form a unit of 8 molecules called as histone octamer. Histone octamer എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ 8 യൂണിറ്റ്സ് ഉണ്ട്, 8 പ്രോട്ടീൻസ് ഉണ്ട് ആക്ച്വലി. ആ പ്രോട്ടീൻസിനെ നമ്മൾ H3, H4, H2A, H2B ഈ രീതിയിലാണ് അതിനെ സാധാരണ പേര് പറയാറുള്ളത്. ആക്ച്വലി ഇത് 4 പ്രോട്ടീൻസേ ഉള്ളൂ. ആ 4 പ്രോട്ടീൻസാണ് ഇവിടെ ഈ 2 പ്രോട്ടീൻസും കൂടെ ചേർന്നിട്ട് ഒറ്റ യൂണിറ്റായിട്ട് പറയുന്നു. ദാറ്റ് ഈസ് ഡൈമർ. H3, H4 യൂണിറ്റുകൾ ചേർന്നിട്ട് H3, H4 ഡൈമർ ആകുന്നു. അതുപോലെ ഇവിടെ H2A, H2B പ്രോട്ടീൻസ് ചേർന്നിട്ട് H2A, H2B ഡൈമർ ആകുന്നു. 2 എണ്ണം ചേരുന്നു. എന്നിട്ട് വീണ്ടും ഇത് 2 എണ്ണം വീണ്ടും ഇരട്ടിക്കുന്നു. ദാറ്റ് ഈസ് H3, H4 ടെട്രാമർ ആകുന്നു. അതുപോലെ ഇവിടെ H2Aയും H2Bയും ടെട്രാമർ ആകും. അപ്പോൾ അങ്ങനെ 4 ടെട്രാമർ ചേർന്നിട്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ആയിട്ട് മാറുന്നത്. ഹിസ്റ്റോണിനെ സംബന്ധിച്ച് 4 പ്രോട്ടീൻസാണ് ആക്ച്വലി ഉള്ളത്. 4 പ്രോട്ടീൻസിൻ്റെ 8 യൂണിറ്റ്സ് ആയിട്ട് അത് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒക്ടാമർ സ്റ്റേജിലാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കാണുക. ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക. ഈ ഒരു പിക്ചറിൽ ഇത് കാണിച്ചിരിക്കുന്നത് ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്. ഇതിനെ കണക്ട് ചെയ്യുന്ന മറ്റൊരു പ്രോട്ടീനാണ് H1 ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. ഒരു ലിങ്കർ പ്രോട്ടീനായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് H1 ഹിസ്റ്റോൺ എന്ന് പറയുന്ന മറ്റൊരു പ്രോട്ടീൻ. DNA ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൽ ചുറ്റിയെടുത്തിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. The negatively charged DNA is wrapped around the positively charged histone octamer to form a structure called nucleosome. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഈ പിക്ചറിൽ ഒന്നുകൂടെ കാണാം. ഇവിടെ 8 യൂണിറ്റ്സുകൾ ഇവിടെ ഉണ്ട്. H3, H4, അതുപോലെ H2A, H2B. അപ്പോൾ ഈ ഇരിക്കുന്ന ഈ ഒരൊറ്റ സ്ട്രക്ചർ ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. DNA with histone protein is known as nucleosome. A typical nucleosome contains 200 base pairs of DNA helix. അപ്പോൾ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ന്യൂക്ലിയോസോമിൽ ഈ ഒരു DNA-യിൽ എത്ര ബേസ് പെയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എണ്ണുകയാണ്. എത്ര അഡിനൈൻ, തൈമിൻ, ഗോണിൻ, സൈറ്റോസിൻ ഈ പറയുന്ന ബേസ് പെയേഴ്സ് അഡിനൈനും തൈമിനും കൂടെ ചേരുമ്പോഴാണ് ഒരു ബേസ് പെയർ. അങ്ങനെ ടിപ്പിക്കലായിട്ട് ഒരു ന്യൂക്ലിയോസോമിൽ ഒരു 200 ബേസ് പെയേഴ്സ് ഉണ്ടാകും. എ ടിപ്പിക്കൽ ന്യൂക്ലിയോസോം കണ്ടെയ്ൻസ് 200 base pairs of DNA helix. Nucleosome constitute the repeating unit of structure in nucleus called chromatin. ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഇവിടെ കാണുന്നുണ്ട്. ഹിസ്റ്റോൺസ് കൂടിച്ചേർന്നിട്ട് ഉണ്ടാകുന്ന ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ്, ഹിസ്റ്റോൺ വിത്ത് DNA ചേരുമ്പോൾ വിളിക്കുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം.
ന്യൂക്ലിയോസോം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതിന് ഒരു ചരട് പോലെ മാറുന്നു. ആ ചരടിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിൻ. ന്യൂക്ലിയോസോം കോൺസ്റ്റിറ്റ്യൂട്ട് ദ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് സ്ട്രക്ചർ ഇൻ ന്യൂക്ലിയസ് കാൾഡ് ക്രൊമാറ്റിൻ. ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത ഫോമാണ് ക്രോമസോംസ്. അപ്പോൾ ക്രോമസോംസിനെ നമ്മളൊന്ന് അൺവൈൻഡ് ചെയ്താൽ ക്രൊമാറ്റിൻ കിട്ടും. ക്രൊമാറ്റിനെ വീണ്ടും ഒന്ന് അൺവൈൻഡ് ചെയ്താൽ ന്യൂക്ലിയോസോംസ് കിട്ടും. ന്യൂക്ലിയോസോംസിൽ നിന്നും ഹിസ്റ്റോൺസ് പ്രോട്ടീൻസിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് DNA കിട്ടും. The nucleosomes in chromatin are seen as beads on string structure when viewed under electron microscope. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ന്യൂക്ലിയോസോംസിനെ കാണാൻ സാധിക്കും? ബീഡ്സ് ഓൺ സ്ട്രിങ് ലൈക്ക് സ്ട്രക്ചർ. ദാറ്റ് ഈസ് ഒരു മാലയിൽ മുത്തുകൾ ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കുന്നത് പോലെ, ഒരു ചരടിൽ മുത്തു കോർത്ത് വെച്ചിരിക്കുന്നത് പോലത്തെ ഒരു അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ അതിൻ്റെ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് പിക്ചർ കാണാം. ഈ കാണുന്നതാണ് ന്യൂക്ലിയോസോംസ്. ന്യൂക്ലിയോസോംസ് ക്രൊമാറ്റിൻ ത്രെഡ്സിൽ ഇങ്ങനെ മുത്തുകൾ ഇങ്ങനെ ചരടിൽ കോർത്ത് വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അത് ക്രോമസോം ആകുന്ന സമയത്താണ് കണ്ടൻസ് ചെയ്യുന്നത്. എന്നാൽ ഹയർ ലെവൽസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഹിസ്റ്റോൺ എന്ന പ്രോട്ടീൻ മാത്രം മതിയാവില്ല. കുറച്ചുകൂടെ പ്രോട്ടീൻസ് പാക്കേജിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരം പ്രോട്ടീൻസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. ഹിസ്റ്റോൺ അല്ലാത്ത പ്രോട്ടീൻസ്. അപ്പോൾ പാക്കേജിങ് ഓഫ് ക്രൊമാറ്റിൻ അറ്റ് ഹയർ ലെവൽ റിക്വയർസ് അഡീഷണൽ സെറ്റ് ഓഫ് പ്രോട്ടീൻസ്. ആ പ്രോട്ടീൻസിനെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന ടേമാണ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ട് NHC പ്രോട്ടീൻസ് എന്ന് വിളിക്കും. പാക്കേജിങ് അറ്റ് ഹയർ ലെവൽ, യൂക്കാരിയോട്സിലെ ഹയർ ലെവൽ ഹ്യൂമൻ ബീയിങ്സിനൊക്കെ ആണെങ്കിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് മാത്രം പോരാ, അതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് കുറച്ച് പ്രോട്ടീൻസ് കൂടെ DNA പാക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. അത്തരം പ്രോട്ടീൻസിനെ വിളിക്കുന്ന ഷോർട്ട് ഫോമാണ് NHC പ്രോട്ടീൻസ്, നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. ഇനി യൂക്രൊമാറ്റിൻ, ഹെറ്ററോക്രൊമാറ്റിൻ, രണ്ട് ടേം കൂടെ പരിചയപ്പെടാം. യൂക്രൊമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രൊമാറ്റിൻ എന്താണ്? ഇവിടെ ന്യൂക്ലിയോസോംസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിക്ചറിൽ കണ്ടായിരുന്നല്ലോ. അതായത് ഇതൊരു ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്. ഇത് DNA അതിൽ ചുറ്റി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ചില പ്ലേസിൽ നോക്കൂ, DNA-യിൽ ന്യൂക്ലിയോസോംസ് തങ്ങളിൽ നല്ല ഡിസ്റ്റൻസ് ആയിട്ട് ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. ചിലതിലാണെങ്കിൽ ഇതാ ചില ഏരിയയിൽ ന്യൂക്ലിയോസോംസ് വളരെ ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കിംഗ് ഡിസ്റ്റൻസിനനുസരിച്ചാണ് നമ്മൾ യൂക്രൊമാറ്റിൻ, ഹെറ്ററോക്രൊമാറ്റിൻ എന്നുള്ള ടേം നമ്മൾ വിശദീകരിക്കുന്നത്. അതായത് ഇൻ എ ടിപ്പിക്കൽ ന്യൂക്ലിയസ് സം റീജിയൻസ് ഓഫ് ക്രൊമാറ്റിൻ ആർ ലൂസ്ലി പാക്ഡ്. പിക്ചർ നോക്കിയാൽ കാണാം, ഇത് ലൂസ്ലി പാക്ഡ് ആണ്. പിന്നെയോ ലൈറ്റ്ലി സ്റ്റെയിൻഡ്. ഇതിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, സെല്ലിന് നമ്മൾ കളർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വളരെ കുറച്ച് മാത്രമേ കളർ പിടിക്കുകയുള്ളൂ. ലൈറ്റായിട്ട് ഇതിനെ സ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ റീജിയൻസ്. ആൻഡ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ മനസ്സിലാക്കി DNA-യിൽ നിന്നും mRNA ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന റീജിയനാണ് ഈ ക്രൊമാറ്റിനിൽ കാണുന്ന DNA-യുടെ ഭാഗം. ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് യൂക്രൊമാറ്റിൻ. യൂക്രൊമാറ്റിൻ ഇങ്ങനെ ഓർക്കേണ്ടത് ലൂസ്ലി പാക്ഡ്, ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ക്രൊമാറ്റിൻ. loosely packed, lightly stained, transcriptionally active chromatins are called euchromatin. ഇനി എന്താണ് heterochromatin എന്ന് നോക്കാം. The chromatin that is more densely packed. ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഡെൻസ്ലി പാക്ഡ് ആണ്. ദെൻ ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്. ഇത് നമ്മൾ കളർ ചെയ്യുമ്പോൾ ക്രോമസോംസിൻ്റെ അല്ലെങ്കിൽ ക്രൊമാറ്റിൻ്റെ ഈ റീജിയൻസ് നന്നായിട്ട് കളർ പിടിക്കും. ഇവിടെ ആണെങ്കിൽ കളർ പിടിക്കില്ല. നന്നായിട്ട് കളർ പിടിക്കുന്ന ഈ റീജിയനാണ് ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്. ദെൻ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ ആക്റ്റീവ് അല്ല, ഇനാക്റ്റീവ് ആണ്. യൂക്രൊമാറ്റിൻ ആണെങ്കിൽ ആക്റ്റീവ് ആണ്. ആ റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോക്രൊമാറ്റിൻ.
The chromatin that is densely packed, darkly stained, transcriptionally inactive. Chromatin are called heterochromatin. 1928 ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന സയൻറ്റിസ്റ്റ് നടത്തിയ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻ്റ് ജനറ്റിക് മെറ്റീരിയലിനെ കണ്ടെത്തുന്നതിൽ നിർണായകമായ ഒരു ചുവടുവയ്പ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ട് ഒരു ലിവിങ് ഓർഗാനിസം, അതായത് ഒരു ബാക്ടീരിയ, ഒരു ടൈപ്പിൽ നിന്നും മറ്റൊരു ടൈപ്പ് ബാക്ടീരിയയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്. അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അഥവാ ന്യൂമോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിലായിരുന്നു. ഈ ബാക്ടീരിയ മൈസിൽ ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ 2 സ്ട്രെയിനുണ്ട്, 2 ടൈപ്പുണ്ട്. എസ് ടൈപ്പ് അഥവാ സ്മൂത്ത് ടൈപ്പും അല്ലെങ്കിൽ എസ് സ്ട്രെയിൻ, ആർ ടൈപ്പ് അഥവാ റഫ് സ്ട്രെയിൻ ഓർ ആർ സ്ട്രെയിൻ. എസ് സ്ട്രെയിൻ ബാക്ടീരിയ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്, അതുകൊണ്ട് അതിനെ വിറുലൻ്റ് എന്നും, ആർ സ്ട്രെയിൻ ബാക്ടീരിയ ന്യൂമോണിയ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ബാക്ടീരിയയാണ്, അതുകൊണ്ട് അതിനെ നോൺ വിറുലൻ്റ് എന്നും പറയും. എസ് സ്ട്രെയിൻ ബാക്ടീരിയ സ്മൂത്തായിരിക്കാൻ കാരണം അതിൻ്റെ പുറത്ത് മ്യൂക്കസ് കൊണ്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. പോളിസാക്കറൈഡ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മ്യൂക്കസ് കോട്ട് എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ പുറത്തുണ്ട്. എന്നാൽ ആർ സ്ട്രെയിൻ ബാക്ടീരിയയിൽ ഈ ഒരു മ്യൂക്കസ് കോട്ടിംഗ് ഇല്ല. ഗ്രിഫിത്ത് ആദ്യം ചെയ്തത്, അദ്ദേഹം എസ് സ്ട്രെയിൻ ബാക്ടീരിയയെ മൈസിൽ ഇൻജെക്റ്റ് ചെയ്തു. മൈസ് ന്യൂമോണിയ വന്ന് മരിച്ചു. കാരണം എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ പുറത്ത് മ്യൂക്കസ് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് മൈസിന് എസ് സ്ട്രെയിൻ ബാക്ടീരിയയെ നശിപ്പിക്കാൻ സാധിച്ചില്ല. അതിനാൽ അതിന് ന്യൂമോണിയ ബാധിച്ചു, മരിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അദ്ദേഹം ആർ സ്ട്രെയിൻ ബാക്ടീരിയയെ മൈസിൽ ഇൻജെക്റ്റ് ചെയ്തു. അപ്പോൾ മൈസ് ലീവ്. കാരണം ആർ സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള കഴിവില്ല. പുറത്ത് ആ ഒരു മ്യൂക്കസ് കവറിംഗ് ഇല്ലാത്തത് കൊണ്ട് ആർ സ്ട്രെയിൻ ബാക്ടീരിയ മൈസിൻ്റെ ശരീരത്തിൽ കടക്കുമ്പോൾ മൈസിന് തന്നെ അതിനെ ഇല്ലാതാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ന്യൂമോണിയ ബാധിച്ചില്ല. അടുത്ത ഘട്ടത്തിൽ ഗ്രിഫിത്ത് എസ് സ്ട്രെയിൻ ബാക്ടീരിയയെ ഹീറ്റ് കിൽഡ്, ചൂടാക്കി കൊന്നു. എന്നിട്ട് ആ എക്സ്ട്രാക്റ്റിനെ മൈസിലേക്ക് ഇൻജെക്റ്റ് ചെയ്തു. എസ് സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് നേരത്തെ അറിയാം അതിന് ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയയാണ്. പക്ഷേ അത് ഹീറ്റ് കിൽഡ് ചെയ്തപ്പോൾ ആ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മൈസിന് ന്യൂമോണിയ ബാധിച്ചില്ല, മൈസ് ലീവ്. അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം ഹീറ്റ് കില്ല് ചെയ്ത എസ് സ്ട്രെയിൻ ബാക്ടീരിയയും ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ ബാക്ടീരിയയും കൂടെ മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്ത സീറം അദ്ദേഹം മൈസിലേക്ക് ഇൻജെക്റ്റ് ചെയ്തു. അറിയാം, എസ് സ്ട്രെയിൻ ബാക്ടീരിയ ഹീറ്റ് കിൽഡ് ആണെങ്കിൽ അതിന് ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ആർ സ്ട്രെയിൻ ബാക്ടീരിയയ്ക്കും ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത് രണ്ടിനെയും കൂടിയാണ് മിക്സ് ചെയ്തത്. എന്നിട്ട് മൈസിലേക്ക് ഇൻജെക്റ്റ് ചെയ്തു. പക്ഷേ അപ്പോൾ മൈസിന് ന്യൂമോണിയ വന്നു, മൈസ് മരിച്ചു. രണ്ട് ബാക്ടീരിയയ്ക്കും ഡിസീസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ല. പക്ഷേ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേക്കും അതിന് ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കിട്ടിയിരിക്കും. അപ്പോൾ ഇത് അദ്ദേഹത്തിന് അത്ഭുതമാണ്. അദ്ദേഹം മരിച്ചുപോയ മൈസിൻ്റെ സീറം അദ്ദേഹം എക്സ്ട്രാക്റ്റ് ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ലിവിങ് ആയിട്ടുള്ള എസ് ബാക്ടീരിയയെ അതിൽ നിന്നും കിട്ടി. ഇതിൽ നിന്നും അദ്ദേഹം എത്തിയ ഒരു കൺക്ലൂഷൻ, ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ ബാക്ടീരിയ എങ്ങനെയോ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് അത് എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കാരണമായിട്ട് ഹീറ്റ് കില്ല് ചെയ്ത എസ് സ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്നും എന്തോ കെമിക്കൽ, അദ്ദേഹം അതിനെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് വിളിച്ചത്. എന്തോ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൽ നിന്നും ആർ സ്ട്രെയിനിലേക്ക് കിട്ടുകയും അത് കാരണം ആർ സ്ട്രെയിൻ
അതിന് സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട് നിർമ്മിക്കാൻ പറ്റുകയും അത് എസ് സ്ട്രെയിനായിട്ട് മാറുകയും ചെയ്തു. ഇതിന് കാരണം ജനറ്റിക് മെറ്റീരിയലിൻ്റെ ട്രാൻസ്ഫർ ആണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. 1952 ഈ സയൻറ്റിസ്റ്റുമാർ ആൽഫ്രഡ് ഹെർഷെ, മാർത്ത ചേസ് എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റുമാർ ബാക്ടീരിയോഫേജ് വൈറസിൽ അവർ പരീക്ഷണം നടത്തി. എന്നിട്ട് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നവർ പ്രൂവ് ചെയ്തു. എക്സ്പെരിമെൻറ്റ്സ് ഓഫ് ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ് പ്രൂവ്ഡ് ദാറ്റ് DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. ഹെർഷെ, ചേസ് എന്ന് പറയുന്ന ഈ രണ്ട് സയൻറ്റിസ്റ്റുമാർ അവർ എക്സ്പെരിമെൻറ്റിനായിട്ട് ഉപയോഗിച്ച മെറ്റീരിയൽ എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജ് ആണ്. ബാക്ടീരിയോഫേജ് വൈറസാണ്. ആ വൈറസിൻ്റെ ഇതൊരു വൈറസാണ്. ബാക്ടീരിയോഫേജ് എന്നുള്ള പേര് വരാൻ കാരണം ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ആയതുകൊണ്ടാണ് ഇതിന് ബാക്ടീരിയോഫേജ് എന്നുള്ള പേര് വരാൻ കാരണം. ഈ വൈറസിൻ്റെ പ്രധാനമായിട്ടും ഉള്ള രണ്ട് ഭാഗങ്ങളെന്ന് പറയുന്നത് ഒരു DNA പോർഷൻ, ജനറ്റിക് മെറ്റീരിയലായിട്ട് DNAയും പിന്നെ ഒരു പ്രോട്ടീനും. ഇത്രയുമാണ് ഈ ബാക്ടീരിയോഫേജ് വൈറസിൻ്റെ പ്രധാനമായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. ജനറ്റിക് മെറ്റീരിയലായിട്ട് DNAയും പിന്നെ ഒരു പ്രോട്ടീൻ കോട്ടുമാണ് ഈ ബാക്ടീരിയോഫേജിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ. ഈ ബാക്ടീരിയോഫേജ് എങ്ങനെയാണ് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ബാക്ടീരിയയുടെ പുറത്ത്, ഫോർ എക്സാമ്പിൾ ഈക്കോളി ബാക്ടീരിയ ആണെങ്കിൽ ഈക്കോളി ബാക്ടീരിയയുടെ പുറത്ത് ഇത് വന്ന് അറ്റാച്ച് ചെയ്യുകയും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലായ DNAയെ ബാക്ടീരിയക്കകത്തേക്ക് കടത്തിവിടുകയുമാണ് ഈ ബാക്ടീരിയോഫേജ് വൈറസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ DNA ബാക്ടീരിയക്കകത്ത് കടന്നു കഴിയുമ്പോൾ ഇത് ബാക്ടീരിയയുടെ DNA ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ DNAയെ ബാക്ടീരിയ സ്വന്തം DNA ആയിട്ട് കണക്കാക്കും. ദ ബാക്ടീരിയൽ സെൽ ട്രീറ്റ്സ് ദ വൈറൽ ജനറ്റിക് മെറ്റീരിയൽ ആസ് ഇഫ് ഇറ്റ് വാസ് ഇറ്റ്സ് ഓൺ, അതിൻ്റെ തന്നെ സ്വന്തമാണ് എന്നുള്ള രീതിയിലാണ് അതിനെ കണക്കാക്കുന്നത്. ആൻഡ് സബ്സീക്വൻ്റ്ലി മാനുഫാക്ചേഴ്സ് മോർ വൈറസ് പാർട്ടിക്കിൾസ്. എന്നിട്ട് ബാക്ടീരിയക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വൈറസ് പാർട്ടിക്കിളിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബാക്ടീരിയയിൽ നിന്നും പുതിയ വൈറസുകൾ രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. Hershey and Chase worked to discover whether it was protein or DNA from the viruses that entered the bacteria. ആ സയൻറ്റിസ്റ്റുമാർ നടത്തിയ പരീക്ഷണം എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജ് ബാക്ടീരിയക്കകത്തേക്ക് കടക്കുമ്പോൾ ആ ബാക്ടീരിയയുടെ സെല്ലിനകത്തേക്ക് കടക്കുന്നത് വൈറസിൻ്റെ DNA-യുടെ ഭാഗമാണോ അതോ വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടാണോ, ഏത് ഭാഗമാണ് ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് കടക്കുന്നത് എന്നുള്ള പരീക്ഷണമാണ് ഹെർഷയും ചേസും നടത്തിയത്. അപ്പോൾ ഇതിനു വേണ്ടി അവർ ചെയ്തത്, they grew some viruses on a medium that contain radioactive phosphorus. P32 മീഡിയം എന്ന് നമുക്ക് പറയാം. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിലേക്ക് അവരെന്ത് ചെയ്തു, ബാക്ടീരിയോഫേജിനെ കൾച്ചർ ചെയ്തു. പിന്നെ മറ്റൊരു കൾച്ചർ മീഡിയം എടുത്തു. ആ കൾച്ചർ മീഡിയത്തിൽ റേഡിയോ ആക്റ്റീവ് സൾഫറാണ് എടുത്തത്. S35 മീഡിയം എന്നാണ് വിളിക്കുന്നത്. ഈ S35 മീഡിയത്തിലാണ് മറ്റൊരു കൾച്ചർ എടുത്തിട്ട് അതിലും അവരെന്ത് ചെയ്തു, ബാക്ടീരിയോഫേജിനെ വളർത്തി. ഇപ്പോൾ രണ്ട് മീഡിയത്തിൽ വളർത്തിയെന്ന് പറഞ്ഞു. ഒന്ന് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയം, ആ മീഡിയത്തിനെ വിളിക്കുന്ന പേര് P32 മീഡിയം എന്ന് വിളിക്കുന്നു. ഈ P32 മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈ പോർഷൻ, എന്താ ഈ പോർഷൻ, DNA പോർഷൻ, ആ പോർഷൻ റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. DNA സംബന്ധിച്ചിടത്തോളം DNA-യുടെ ബാക്ക് ബോൺ ആണ് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ബാക്ടീരിയോഫേജ് അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഈ കൾച്ചർ മീഡിയത്തിൽ നിന്നും ഫോസ്ഫറസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഫോസ്ഫറസ് അതിൻ്റെ DNA-യുടെ ഭാഗമായിട്ട് മാറി. അപ്പം അങ്ങനെ DNA-യുടെ പാർട്ട്
എന്തായിട്ട് മാറി? റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്യപ്പെട്ടു. റേഡിയോ ആക്റ്റീവ് P32 കൊണ്ട് ലേബൽ ചെയ്യപ്പെട്ടു. വൈറസസ് ഗ്രോൺ ഇൻ ദ പ്രസൻസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കണ്ടെയ്ൻഡ് റേഡിയോ ആക്റ്റീവ് DNA but not radioactive protein because DNA contains phosphorus but protein does not. അപ്പോൾ ഇവിടെ ഏത് പാർട്ട് മാത്രമേ റേഡിയോ ആക്റ്റീവ് ആയുള്ളൂ? DNA പാർട്ട് മാത്രമേ റേഡിയോ ആക്റ്റീവ് ആയുള്ളൂ. പ്രോട്ടീൻ ഭാഗം, ഈ ഭാഗമൊന്നും റേഡിയോ ആക്റ്റീവ് ആയിട്ട് മാറിയില്ല. കാരണം ഫോസ്ഫറസ് എന്ന് പറയുന്നത് DNA-യുടെ ഭാഗമാണ്. അതുകൊണ്ട് DNA-യുടെ ഭാഗം മാത്രമേ റേഡിയോ ആക്റ്റീവായിട്ട് മാറിയുള്ളൂ. P32 മീഡിയത്തിൽ കൾച്ചർ ചെയ്ത ബാക്ടീരിയോഫേജിൻ്റെ DNA-യുടെ പാർട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറി. ഇനി അടുത്ത മീഡിയം ആയിരുന്നു സൾഫർ മീഡിയം. അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? വൈറസസ് ഗ്രോൺ ഓൺ റേഡിയോ ആക്റ്റീവ് സൾഫർ കണ്ടെയ്ൻഡ് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ബട്ട് നോട്ട് റേഡിയോ ആക്റ്റീവ് DNA ബിക്കോസ് DNA ഡസ് നോട്ട് കണ്ടെയ്ൻ സൾഫർ. എന്ത് മനസ്സിലാക്കി? റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജിൻ്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറും. കാരണം പ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്സ്. പഠിച്ചിട്ടുണ്ട്. അമിനോ ആസിഡുകളുടെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് സൾഫർ. ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയതുകൊണ്ട് ഈ ബാക്ടീരിയോഫേജിൻ്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറി. DNA-യിൽ സൾഫർ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ DNA പോർഷൻ റേഡിയോ ആക്റ്റീവായിട്ട് മാറിയില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ രണ്ട് റേഡിയോ ആക്റ്റീവ് ഫേജസിനെയും ഈക്കോളി ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിച്ചു. റേഡിയോ ആക്റ്റീവ് ഫേജസ് വെയർ അലൗഡ് ടു അറ്റാച്ച് ടു ഈക്കോളി ബാക്ടീരിയ. സൾഫർ മീഡിയത്തിൽ വളർത്തിയ റേഡിയോ ആക്റ്റീവ് ഫേജിനെയും ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയ റേഡിയോ ആക്റ്റീവ് ഫേജിനെയും ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിച്ചു. ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവും? ഈ ഒരു സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ഇൻഫെക്ഷൻ സമയത്ത് എന്താ സംഭവിക്കുക? ബാക്ടീരിയോഫേജിൻ്റെ DNA-യെ ബാക്ടീരിയോഫേജ് വൈറസിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. അതാണ് സംഭവിക്കുക. ബാക്ടീരിയോഫേജസ് ട്രാൻസ്ഫർ ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ ടു ഈക്കോളി ബാക്ടീരിയ. ഈക്കോളി ബാക്ടീരിയയിലേക്ക് ബാക്ടീരിയോഫേജ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ സൾഫർ മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫറായി. ഇനി ഇപ്പുറത്ത് ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയലും ട്രാൻസ്ഫറായി. അപ്പോൾ ഇവിടെ നമ്മൾ കളർ കൊണ്ട് സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കാം. ഇത് റേഡിയോ ആക്റ്റീവ് അല്ല. സൾഫർ മീഡിയത്തിൽ വളർത്തിയ ഇതിൻ്റെ DNA റേഡിയോ ആക്റ്റീവ് അല്ല. ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയതിൻ്റെ DNA റേഡിയോ ആക്റ്റീവ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബ്ലൻറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. നേരത്തെ പഠിച്ച സ്റ്റെപ്പാണ് ഇൻഫെക്ഷൻ. അടുത്ത സ്റ്റെപ്പാണ് ബ്ലൻറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. ബ്ലൻറ്റിംഗ് എന്ന് പറയുന്നത് the viral coats were removed from the bacteria by agitating them in a blunter. ബ്ലൻറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? അജിറ്റേഷന് വിധേയമാക്കുന്നു. അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള വാഷിംഗ് മെഷീനിലൊക്കെ അതിൻ്റെ അജിറ്റേറ്റർ കറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്ന എക്യുപ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ബ്ലൻറ്റർ. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ഈ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ്റെ ഫലമായിട്ട് ഈ ബാക്ടീരിയയുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വൈറസുകൾ അത് തെറിച്ചു പോകും. ബാക്ടീരിയയുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരുന്ന വൈറസുകൾ അതിൻ്റെ വൈറൽ കോട്ട് അത് വേർതിരിഞ്ഞു പോകും. ആ ഒരു പ്രോസസ്സിനെയാണ് ബ്ലെൻഡിങ് എന്ന് വിളിക്കുന്നത്. ബ്ലെൻഡിങ് പ്രോസസ്സ് നടക്കുമ്പോൾ ബാക്ടീരിയയുടെ പുറത്ത് നേരത്തെ പറ്റിപ്പിടിച്ചിരുന്ന വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ട് റിമൂവ് ആകും. ഇനി അടുത്ത സ്റ്റെപ്പാണ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ഉപയോഗിച്ചിട്ട് ദ വൈറസ് പാർട്ടിക്കിൾസ് വെയർ സെപ്പറേറ്റഡ് ഫ്രം ദ ബാക്ടീരിയ ബൈ സ്പിന്നിങ് ദം ഇൻ എ സെൻട്രിഫ്യൂജ്. ഒരു സെൻട്രിഫ്യൂജിൽ ഹൈ സ്പീഡിൽ ഈ ഒരു കൾച്ചർ മീഡിയത്തിനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കുന്നു. ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു റൊട്ടേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാർട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആ ഒരു കൾച്ചർ മീഡിയത്തിൻ്റെ
ഈ ഒരു ബാക്ടീരിയ ഫേജിൻ്റെയും ഈക്കോളി ബാക്ടീരിയ ഇരിക്കുന്നതുമായിട്ടുള്ള മീഡിയത്തിൽ ഒരു പാർട്ട് പിക്ചറിൽ കാണുന്നത് പോലെ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെൽസ് ആയിരിക്കും. ഈക്കോളി ബാക്ടീരിയയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ഇനി കുറച്ച് പോർഷൻസ് ഇങ്ങനെ ഫ്ലൂയിഡ് പോർഷനായിട്ട് ഇങ്ങനെ കാണും. ആ പോർഷനെ വിളിക്കുന്ന പേരാണ് സൂപ്പർനേറ്റൻറ്റ്. അപ്പോൾ സൂപ്പർനേറ്റൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടാണ്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗേഷൻ. ഇപ്പോൾ ബ്ലെൻഡിങ് നടത്തിയതിന് ശേഷം ആദ്യം ഇൻഫെക്ഷൻ നടത്തുന്നു. ഇൻഫെക്ഷൻ നടത്തിയപ്പോൾ ബാക്ടീരിയയ്ക്ക് അകത്തേക്ക് വൈറസ് ജനറ്റിക് മെറ്റീരിയൽ ഇൻജെക്റ്റ് ചെയ്യുന്നു. അടുത്ത് ബ്ലെൻഡിങ് നടത്തുന്നു. ബ്ലെൻഡിങ് നടത്തുമ്പോഴത്തേക്കും ബാക്ടീരിയയുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരുന്ന വൈറസ് റിമൂവ് ആകുന്നു. അടുത്ത് സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കുന്നു. സെൻട്രിഫ്യൂഗേഷൻ നടക്കുമ്പോഴത്തേക്കും ബാക്ടീരിയൽ സെല്ലും വൈറസും വേറെ വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരുന്നു. ബാക്ടീരിയൽ സെൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാക്കി വൈറസിൻ്റെ പ്രോട്ടീൻ പോർഷൻ സൂപ്പർനേറ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. Bacteria that were infected with the viruses that had radioactive proteins were not radioactive. Bacteria that were infected with the viruses that had radioactive proteins. Radioactive proteins എന്ന് പറയുന്നത് നമ്മൾ S35 മീഡിയത്തിൽ കൾച്ചർ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ആ മീഡിയത്തിനെ സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കിയപ്പോൾ എന്താ കണ്ടത്? S35 മീഡിയത്തിൽ കൾച്ചർ ചെയ്തതിൻ്റെ സെല്ലുലാർ പോർഷനിൽ റേഡിയോ ആക്ടിവിറ്റി ഉള്ള S35 എലമെൻസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. നോ റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സെൽസ്. ഇവിടെ സെല്ലുലാർ പോർഷനാണ്, ബാക്ടീരിയൽ സെല്ലുലാർ പോർഷനാണ് ടെസ്റ്റ് ട്യൂബിലിവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ആ പോർഷനിലൂടെ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്താൻ സാധിച്ചില്ല. ബട്ട് റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർനേറ്റൻറ്റ്. എവിടെ കണ്ടെത്താൻ സാധിച്ചു? ഈ സൂപ്പർനേറ്റൻ്റ് പോർഷനിൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്താൻ സാധിച്ചു. കാരണം ഇത് S35 മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോ ഫേജാണ്. അപ്പോൾ അതിൻ്റെ പ്രോട്ടീൻ കോട്ടാണ് റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് സൂപ്പർനേറ്റൻ്റ് പോർഷനാണ് ഇവിടെ റേഡിയോ ആക്ടിവിറ്റി കാണാൻ സാധിച്ചത്. ഇനി മറ്റേ കൾച്ചർ മീഡിയത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴോ, ബാക്ടീരിയ വിച്ച് വാസ് ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ് ദാറ്റ് ഹാഡ് റേഡിയോ ആക്റ്റീവ് DNA were radioactive, indicating that DNA was the material that passed from the virus to the bacteria. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുക? റേഡിയോ ആക്റ്റീവ് P32 മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയ ഫേജസിനെ സെൻട്രിഫ്യൂഗേഷൻ നടത്തിയപ്പോൾ ഏത് പോർഷനിൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടു? റേഡിയോ ആക്റ്റീവ് P32 കാണാൻ സാധിച്ചു. ഡിറ്റക്റ്റഡ് ഇൻ സെൽസ്. ബാക്ടീരിയൽ സെൽസ് ഇരുന്ന പോർഷൻസിലാണ് അവിടെ റേഡിയോ ആക്ടിവിറ്റി കണ്ടത്. സൂപ്പർനേറ്റൻ്റ് പോർഷനിൽ നോ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർനേറ്റൻ്റ്. അപ്പോൾ ഇതിൽ നിന്നും എന്താ കൺക്ലൂഡ് ചെയ്യപ്പെട്ടത്? DNA ആണ് ബാക്ടീരിയോ ഫേജിൽ നിന്നും ബാക്ടീരിയയ്ക്കകത്തേക്ക് കടന്ന സാധനം. അപ്പം അതുകൊണ്ട് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ് എന്ന് ഹെർഷേ, ചെയ്സ് എന്ന് പറയുന്ന ഈ രണ്ട് സയൻറ്റിസ്റ്റുമാർ അവർ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നമുക്ക് ഫിഗറിലൂടെ ഒന്നുകൂടെ നോക്കാം. ഇവിടെ ബാക്ടീരിയോ ഫേജ് പുറത്ത് റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് S35 ലേബിൾഡ് ആണ്. അതിൻ്റെ പ്രോട്ടീൻ ക്യാപ്സ്യൂൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് P32 ആണ്. ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ബാക്ടീരിയോ ഫേജിനെയും ഈക്കോളി ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിച്ചു. ഇൻഫെക്ഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുക? ജനറ്റിക് മെറ്റീരിയലിനെ അതെന്ത് ചെയ്യുന്നു? ബാക്ടീരിയക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. രണ്ടിലും ജനറ്റിക് മെറ്റീരിയലിനെ ബാക്ടീരിയക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പ്രോസസ്സാണ് ബ്ലെൻഡിങ്. ബ്ലെൻഡിങ് സമയത്ത് എന്താ സംഭവിക്കുക? ബാക്ടീരിയൽ സെല്ലിൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്തിരുന്ന ബാക്ടീരിയോ ഫേജിനെ അജിറ്റേഷൻ വഴി റിമൂവ് ചെയ്യുന്നു, മാറ്റിക്കളയുന്നു. സ്ട്രോങ് ആയിട്ടുള്ള അജിറ്റേഷൻ നടക്കുമ്പോഴത്തേക്കും ബാക്ടീരിയൽ സെല്ലിൻ്റെ പുറത്തു നിന്നും ഈ ബാക്ടീരിയോ ഫേജസ് തെറിച്ചു പോകുന്നു. ആ പ്രോസസ്സാണ് ബ്ലെൻഡിങ്. അടുത്ത പ്രോസസ്സ് എന്തായിരുന്നു? സെൻട്രിഫ്യൂഗേഷൻ. അതായത് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സെല്ലുലാർ പോർഷൻസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, പ്രോട്ടീൻ പോർഷൻസ്
സൂപ്പർ നേറ്റൻ്റ് ആയിട്ട് മാറുന്നു. അതിൽ S35 മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജിൻ്റെ ഒബ്സർവേഷൻ എന്തായിരുന്നു? നോ റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സെൽസിൽ റേഡിയോ ആക്ടിവിറ്റിയുള്ള S35നെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർ നേറ്റൻ്റിൽ കണ്ടെത്താൻ സാധിച്ചു. ഇനി P32 മീഡിയത്തിൽ കൾച്ചർ ചെയ്ത ബാക്ടീരിയോഫേജിനെ സംബന്ധിച്ചോ റേഡിയോ ആക്റ്റീവ് P32 ഡിറ്റക്റ്റഡ് ഇൻ സെൽസിൽ കണ്ടെത്തി. ഈ കോളി സെൽസിനകത്ത് കണ്ടെത്തി. നോ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർനേറ്റ് പോർഷനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. അപ്പോൾ അതിനെ പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻ്റാണ് ഹെർഷേ-ചേസ് എക്സ്പെരിമെൻറ്റ്. For video lessons, please subscribe TLB's biology classes. Thank you. For video lessons, please subscribe TLB's biology classes. Thank you.